Hello everyone, welcome back to Cookbook and My Journeys. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രോൺസ് കൊണ്ടുള്ള ഒരു ചാപ്സ് ആണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കാം. കാശ്മീരി മുളക് ഒരു 35 എണ്ണം 1 കിലോയ്ക്കാണ്. 35 കാശ്മീരി മുളക്, പിന്നെ ഇത്ര ചെറിയ ഉള്ളി, പിന്നെ ഇത്ര ഇഞ്ചി, ഒരു ചെറിയൊരു അല്ലി, പിന്നെ ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ വന്നിട്ട് സോമ്പ്, വലിയ ജീരകം, അത് കുറച്ച് 1 ടീസ്പൂണ്, പിന്നെ 2 തക്കാളി. ഇതാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേരുന്നുണ്ട്. അത് നമ്മൾ ഇടുന്ന സമയത്താണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇത് അരയ്ക്കണം, അത്ര തന്നെ. ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിന് വേണ്ടുന്ന വെളിച്ചെണ്ണയാണ്, പിന്നെ ഓയിലൊന്നുമല്ല. വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ദാണ്ട ഈ മുളക് അരച്ച് വെച്ചതാണ്. മുളകും കുറച്ച് ഉള്ളിയും ഇത്ര തന്നെ അരച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇതിനകത്തേക്ക് നമുക്ക് ഇടാം. ഇതിനകത്ത് വേറുള്ള ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായത് കാരണം തീ ഒന്ന് കുറയ്ക്കുകയാണ്. കുറച്ചിട്ട് ഈ മുളക് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ മുളക് നല്ല ചൂടായി വരുന്നുണ്ട്. ആ മുളക് ഇതിലേക്കൊന്ന് ഒന്ന് വഴണ്ട് വരട്ടെ. അതിനാണ് അങ്ങനെ അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുളക് വഴണ്ടി വരും. വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഈ ചെമ്മീൻ ഇതിൻ്റെ കൂടെ ഇടണം. 1 കിലോ ചെമ്മീനാണ്, 50 ചെമ്മീനുണ്ടാവും. അതിനാണ് 35 മുളകെന്ന് പറയുന്നത്. അപ്പം ഈ പിന്നെ മുളകും നല്ല ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ചേർക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പെരിഞ്ജീരകം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മുളകിൽ പെരിഞ്ജീരകം, ഉള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് മാത്രം നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. ബാക്കിയെല്ലാം മസാലയിൽ തന്നെ ഞാൻ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടാനുള്ളൂ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുക, ഉപ്പും ഇട്ടിട്ട്. അപ്പോൾ വേഗം ആവുന്ന ഒരു കറിയാണ് ചെമ്മീൻ ചാപ്സ്. അതിന് മസാലയെല്ലാം കൂടെ തന്നെ അരച്ച് അതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റി അതിൻ്റെ കൂടെ നമ്മൾ ഈ ചെമ്മീനും കൂടെ ഇട്ട് ചെമ്മീൻ വേവണം. ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്ന് നമ്മൾ നോക്കുക. പിന്നെ തക്കാളി ഇടാനുണ്ട്, തക്കാളി അരിഞ്ഞിടണം. അതേ ഉള്ളു പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു 2 തക്കാളിയാണ് ഇടുന്നത്. തക്കാളി അരിഞ്ഞത് ഇടുക. ഇങ്ങനെ അങ്ങോട്ടിടുക, തക്കാളി അരിഞ്ഞതിട്ട്. അപ്പോൾ തക്കാളി ഇട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് വെന്തോട്ടെ. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പ് വേണമെന്ന് ആവശ്യത്തിന് നമ്മൾ നോക്കുക കേട്ടോ. അതെ, ഓക്കെ. അതൊന്ന് വേവട്ടെ. അപ്പം ഈ ചാപ്സ് ആയി കഴിഞ്ഞു. സിമ്മിലായിരുന്നു. അപ്പോൾ സിമ്മിൽ ഇങ്ങനെ ആയി, കണ്ടില്ലേ? എണ്ണയൊക്കെ തെളിഞ്ഞു. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു, തക്കാളിയൊക്കെ ഇതായി. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇടുക, കുറച്ച് നാരങ്ങ നീരും ഒഴിക്കണം. ഒരു അരമുറി നാരങ്ങ, നല്ല നീരുള്ള നാരങ്ങ ഒരു അരമുറി അതിൻ്റെ കൂടെ ഒന്ന് ഒഴിക്കണം. ഒഴിച്ച് അതൊന്ന് സെറ്റായിക്കോട്ടെ. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇത് ഒന്ന് ചൂടായി അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അത്ര തന്നെ ഉള്ളു ഇതിൻ്റെ കാര്യം. ഉപ്പും പുളിയും ഇതുമെല്ലാം നമ്മൾ നോക്കണം ആവശ്യത്തിന്. പുളിയും ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി നാരങ്ങയോ നീരും കൂടെ ഒഴിക്കാം, ഉപ്പിടാം, എല്ലാം ചെയ്യാം. എന്നിട്ട് അത് ആറിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയുന്നത്. ആ ചൂടോട് കൂടിയിട്ട് എടുത്താൽ മുളകിൻ്റെ ആ ഒരു ഇതേ വരത്തുള്ളൂ. പിന്നെ ഇത് നല്ല വെന്ത് വരുന്നത് കാരണം അതിൻ്റെതായ ആ രുചി ഒന്നും കൂടി ഉണ്ടാവും. പിന്നെ കരിവേപ്പിലയൊക്കെ ഇടുന്നതല്ലേ, വേണ്ടിയവർക്ക് വേണമെങ്കിൽ മല്ലിയിലയും ഇടാം. മല്ലിയില ഇടുന്നവർക്ക് മല്ലിയില ഇടാം. നമ്മൾ കൂടുതലും കരിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കരിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ തൂകുന്നത് നല്ലതാണ്. കരിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത്രയും നല്ലതാണ്. എത്രയെന്ന് പറഞ്ഞാൽ
10 ഇതൾ അങ്ങനെ അതിൻ്റെ രീതിയിലിടാം. എന്നിട്ട് ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ആറിക്കഴിയുമ്പോൾ രാത്രിയിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, ദോശ, അങ്ങനെ പലതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. അങ്ങനെ ചെമ്മീൻ ചാപ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വന്നിട്ട് ചപ്പാത്തി, ദോശ, ചോറ് ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. ഏതിൻ്റെ കൂടെ കഴിച്ചാലും രാവിലെ തന്നെ ഇത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്കിത് വൈകുന്നേരമേ കഴിക്കാൻ പറ്റൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുളക് മാത്രം അരച്ചിട്ട് വെക്കുന്ന ഒന്നാണ്. ഇതിനകത്ത് പുളിയൊന്നും ചേർക്കുന്നില്ല, നാരങ്ങ നീര് മാത്രമേ ചേർക്കുന്നുള്ളൂ, തക്കാളിയും നാരങ്ങ നീരുമാണ് ഇതിൻ്റെ കൂടെ ചേരുന്നത്. അപ്പം അത് കാരണം ഇതിനൊരു പ്രത്യേകതയാണ്, നല്ലതുപോലെ ആറണം. അപ്പോൾ രാത്രിയിലുള്ള ഡിന്നറിനാണ് ഇത് ഏറ്റവും രുചികരമായിട്ടുണ്ടാവുന്നത്. നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് രുചിച്ച് നോക്കുക, വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.